സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂസും ലൈക്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ വേണം. സോ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ കമൻറ്റിൽ ഇട്ടാണ് ഒരു സ്റ്റഡി റുട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം സ്റ്റഡി റുട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഗായ്സ്, ഇതൊരു 3-4 ദിവസത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. കാരണം ഞാൻ രാത്രി ഇരുന്ന് പഠിക്കുമെന്നാണല്ലോ പറഞ്ഞത്. എനിക്ക് രാവിലെ അധികം വീഡിയോസ് എടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല, പഠിക്കാനും ഇഷ്ടമല്ല. രാവിലെ എനിക്ക് ഈ എഡിറ്റിങ്, അപ്ലോഡ് ചെയ്യുക വീഡിയോസ്, അതൊക്കെയാണ് എനിക്ക് രാവിലെ ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ നൈറ്റിൽ വീഡിയോ എടുത്താൽ അത്ര വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഗായ്സ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് പോയിൻറ്റ്സ് എക്സ്ട്രാ ആയിട്ട് കുറച്ച് സെർച്ച് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും അമ്മേനോടൊക്കെ ചോദിച്ചിട്ടും അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗായ്സ്, പ്ലാനിങ് ഈസ് മോസ്റ്റ് എസെൻഷ്യൽ ഇൻ എവറിഡേ ലൈഫ്. പ്ലാനിങ് ഇല്ലാതെ വിജയമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കി കളയാം എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് ചെറുതായി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സ്ഥിരമായി ഉത്സാഹത്തോടെ വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. പ്ലാനിങ് തലേദിവസം രാത്രി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഗൈസ്, നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള. സോ നമ്പർ 1, ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ജേർണൽ ബുക്കോ അല്ലെങ്കിൽ ഒരു ഡയറിയോ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എത്ര പോർഷൻസ് പഠിക്കണമുണ്ട്, അങ്ങനെ നിങ്ങൾ ടഫായിട്ടുള്ള സബ്ജക്ട്സ് അല്ല ടഫായിട്ടുള്ള ടോപ്പിക്സ് ഇത്ര, അങ്ങനെ എളുപ്പമായിട്ടുള്ള ഇത്ര, അങ്ങനെ എന്നിട്ട് എളുപ്പമുള്ളത് ഫസ്റ്റ് പഠിച്ച് കഴിയുമ്പോൾ എന്നിട്ട് ടഫുള്ള പഠിക്കുക, എന്നിട്ട് എളുപ്പമുള്ള പഠിക്കുക, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഉറക്കമൊന്നും വരാണ്ട് തന്നെ പഠിക്കാൻ പറ്റും ചെയ്യും. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ. നമ്പർ 2, മേക്ക് എ സ്റ്റഡി ഷെഡ്യൂൾ. അതായത് നമ്മൾ പഠിക്കാൻ വേണ്ടി റിവൈസിങ്, പ്രാക്ടീസ്, അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം ആയിട്ട് ഒരു സ്റ്റഡി ഷെഡ്യൂൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നമ്പർ 3, യൂസ് ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ്. അതായത് നമ്മുടെ എൻഗേജിങ് വിത്ത് യുവർ സ്റ്റഡി മെറ്റീരിയൽ ത്രൂ സമ്മറൈസിങ്, സെൽഫ് ക്യൂസിങ് ആൻഡ് ഇലബറേഷൻ. അതായത് നമ്മൾ സമ്മറൈസ് ചെയ്ത് നമുക്ക് അടുത്ത ബുക്സോ അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ കണ്ടിട്ടോ അങ്ങനെ നിങ്ങളുടെ ആക്റ്റീവ് ലേണിങ് പലതരത്തിലുള്ള ടെക്നിക്കായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്പർ 4, റിവ്യൂ റെഗുലർലി. അതായത് നമ്മളൊരു സാധനം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തൊടൂല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ അത് സേവ്ഡായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് റിവ്യൂ റെഗുലർ റിവ്യൂ ഹെൽപ്സ് സോളിഫൈഡ് ഇൻഫോർമേഷൻ ഇൻ യുവർ ലോങ് ടേം മെമ്മറി. അതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് റിവൈസ് ചെയ്യുക, പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിവൈസ് ചെയ്യുക. ദാറ്റ്സ് ഗുഡ്. അത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഇത് നമുക്ക് പ്രിപ്പറേഷനാണ്. ഇത്രയും കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞ 4 പോയിൻറ്റ്സ്. ഇനി നമുക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് എത്ര സമയത്തിൽ എത്ര പഠിക്കണം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമാണ് യൂസ് ദ പൊമഡോറോ ടെക്നിക്ക്. അത് നിങ്ങൾക്ക് പലവർക്കും കേട്ട് പരിചയമുള്ള ഒരു ടെക്നിക്കാണ് അത്. അതായത് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് 25 മിനിറ്റ്സ് പഠിക്കുക. എന്നിട്ട് ആ 25 മിനിറ്റ്സ് പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ അത്യാവശ്യം കുറേ സമയം തന്നെ അത് ഇരുന്ന് പഠിക്കാൻ പറ്റും, എന്നാൽ ബ്രേക്ക് എടുക്കുകയും ചെയ്യും. അതാണ് അത്. നമ്പർ 2, പ്രയോറിറ്റൈസ് യുവർ ടൈം. നിങ്ങളുടെ ടൈം നിങ്ങൾ ഭയങ്കര പ്രയോറിറ്റൈസ് ആയിട്ട് ചെയ്യണം. അതായത് ഫോക്കസ് ഓൺ ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്. ക്രിട്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പക്ഷെ നമുക്കത് ടഫ് ആയിരിക്കും. അങ്ങനെയുള്ള സബ്ജക്ട്സ് ഈ ഒരു പൊമഡോറോ ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് അവോയ്ഡ് ക്രാമിങ്. അതായത് സ്പ്രെഡ് ഔട്ട് യുവർ സ്റ്റഡി ഓവർ ടൈം ടു അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ക്രാമിങ്. അപ്പം ക്രാമിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, cramming is a study technique where you try to learn a large amount of information in a short amount of time, usually just before an exam or test. This approach often involves, അതായത് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പഠിക്കും എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ക്രാമിങ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, എത്ര എമൗണ്ട് ഓഫ് നോളേജാണ് നമ്മൾ പഠിക്കുന്നത്, ആ ഒരു സംഭവം ക്രാമിങ് അതാണ് ആ ഒരു വേർഡിന് മീനിങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് പലതരത്തിലുള്ള ടെക്നിക്സ് ഉണ്ട്. അത് ഞാൻ വേറെ ഒരു കണ്ടന്റ് ആയിട്ട് ഇടാം.
ഗൈസ് അങ്ങനെ ഈ ഒരു 3 ടെക്നിക്സാണ് ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എക്സാം സ്ട്രാറ്റജിയും സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇതൊക്കെ തന്നെയാണല്ലോ നിങ്ങളുടെ എക്സാംസും പഠിക്കുമ്പോൾ പറയുമ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എക്സാം സ്ട്രാറ്റജി, നമ്മൾ എക്സാമിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയാൻ പോണേ. റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. അതായത് നമുക്ക് പലപ്പോഴും തെറ്റുന്ന ഒരു കാര്യമാണ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളായിട്ട് വായിക്കാണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം എഴുതും. പക്ഷേ ടീച്ചേഴ്സൊക്കെ ഒരൊറ്റ വെട്ടായിരിക്കും. സോ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. അതായത് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് യു ബിഫോർ സ്റ്റാർട്ടിങ് ദ എക്സാം. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. നമ്പർ 2, മാനേജ് യുവർ ടൈം എഫക്റ്റീവ്ലി. അതായത് നിങ്ങളൊരു ടൈം, ഒരു ക്വസ്റ്റ്യൻ, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ അതിന് ചിലപ്പം 2-3 സെൻറ്റൻസ് എഴുതിയാൽ മതി അതിന് ഉത്തരം എഴുതാൻ. പക്ഷെ നമ്മളെന്ത് ചെയ്യും, ഒരു ലോഡ് സെൻറ്റൻസ് ആക്കി എഴുതും. ദാറ്റ്സ് നോട്ട് ഗുഡ്. അതിന് പറ്റിയതായിട്ടുള്ള ടൈം മാനേജ് ചെയ്യുക. നമ്പർ 3, ആൻസർ ദ ഈസി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈസി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എഴുതാൻ ശ്രമിക്കുക. പിന്നീട് ലാസ്റ്റിലേക്കൊക്കെ ഹാർഡർ ക്വസ്റ്റ്യൻസ്. പക്ഷേ മാർക്സ് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ. അടുത്തത് നമ്പർ 4, യൂസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ. എലിമിനേറ്റ് ഒബ്വിയസ്ലി ഇൻകറക്റ്റ് ആൻസേഴ്സ് ടു ഇൻക്രീസ് യുവർ ചാൻസസ് ഓഫ് ചൂസിങ് ദ കറക്റ്റ് വൺ. അതായത് നിങ്ങൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും ചിലപ്പം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി തോന്നിക്കുക. ബട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ എന്തായിട്ട് ചെയ്തും അത് വേണ്ട അങ്ങനെ വിചാരിച്ചിട്ട് അത് തള്ളിക്കളയുന്നവരുണ്ടാവും. അപ്പം നിങ്ങളത് ആലോചിച്ച് എഴുതാം. ഇനി സ്ട്രെസ് മാനേജ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ് വരാൻ കാരണം? ഗെറ്റ് ഇനഫ് സ്ലീപ്പ് ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ഒരു ഇനഫ് സ്ലീപ്പ് വേണമെങ്കിൽ 7 to 9 hours ഓഫ് സ്ലീപ്പ് ഈച്ച് നൈറ്റ് ടു ഹെൽപ്പ് യുവർ ബ്രെയിൻ ഫങ്ഷൻ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. അപ്പോൾ 7 to 9 hours എന്ന് പഠിക്കണം. എനിക്കറിയാം നിങ്ങളൊക്കെ ഇരുന്ന് രാത്രി 2 മണി 3 മണിയൊക്കെ പഠിക്കുന്നുണ്ടാവും. ബട്ട് നിങ്ങൾ സ്ലീപ്പിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്പർ 2, സ്റ്റേ ഹൈഡ്രേറ്റഡ്. അതായത് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ ത്രൂ ഔട്ട് ദ ഡേ ഓഫ് സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് അലർട്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും അലേർട്ടായിട്ടിരിക്കാനും നല്ലതാണ്. ഉറക്കം വരത്തുമില്ല വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നമുക്ക് എനർജി വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. നമ്പർ 3, ടേക്ക് ബ്രേക്സ്. ഗൈസ്, ടേക്ക് ബ്രേക്സ് ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഇൻ സ്റ്റഡിങ്. അതായത് ടേക്ക് റെഗുലർ ബ്രേക്സ് ടു സ്ട്രെച്ച്, മൂവ് അറൗണ്ട് ആൻഡ് റെസ്റ്റ് യുവർ മൈൻഡ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരമൊക്കെ നടക്കുക, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കിയിരിക്കാമെന്ന് വെച്ചു. നമ്പർ 4, പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്. യൂസ് ടെക്നിക്സ് ലൈക്ക് ഡീപ്പ് ബ്രീത്തിങ്, മെഡിറ്റേഷൻ ഓർ യോഗ ടു ഹെൽപ്പ് മാനേജ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. നിങ്ങൾ കുറച്ച് നേരം റിലാക്സ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക. അതായത് ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, കുറച്ച് നേരം യോഗ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി അഡീഷണൽ ആയിട്ടുള്ള ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്ലാഷ് കാർഡ് ഉപയോഗിക്കാനും സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനും സ്റ്റേ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. So that's it. Thank you for all watching this video. Bye bye. See you the next vlog.